ആരാണ് ജാസി? എന്താ അവന് ഉടായ്പകൾ? ഇവന് ദുബായിൽ എന്താ പണി? ദുബായിൽ ഇവന് ഷോപ്പ് ഉണ്ടെന്ന് നോണയാണ് സത്യമാണ്. സത്യത്തിൽ ദുബായിൽ ഷോപ്പിൽ കുഴപ്പമില്ല അവന്. ഇവ ഈ സോഷ്യൽ മീഡിയ കാണിക്കണം മുഴുവൻ നോണ. ഈ ജനങ്ങളോട് പറയണതും നോണ തന്നെയാണ്. സോഷ്യൽ മീഡിയ വന്ന് പറയണതും നോണ തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ പുതിയ ലേറ്റസ്റ്റ് നോണ അത് ഞാനിപ്പോൾ കാണിച്ചിരുന്നു. ഇന്ന് ഓരോന്നായിട്ട് ഇവിടെ വലിച്ചു കീറും എൻ്റെ ഓരോ ഉടായ്പകൾ. കോഫി കഴിച്ചിട്ട് എനിക്ക് സ്കിന്ന് ഫുള്ള് അലർജി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ബീഫ് ഐറ്റംസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര പേടിയാണ്. അന്ന് 4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. അപ്പോൾ അതിൻ്റെ ഒരു പേടി കൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് പിന്നെ പോയിട്ടില്ല. കുറേ ആയി, എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷമായി. എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷമായി. നമ്മളെ പൊളി ബീഫ് കൂർക്ക വരട്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞതല്ലേ. എന്താ പറയാ, ആ കൂർക്കടി എന്ത് തീറ്റേണ്ട സിനിമ ഇത് വൃത്തിയിലൊക്കെ തിന്നി കഷ്ടം. ഇതിനാടെ പോയിട്ടവന്റെ ആ വായ എന്ത് തുറന്ന നോണല്ലാണ്ട് പറയൂലേ. എന്ത് മനുഷ്യനാ നോണ പറയാൻ ഈ വായ തുറക്കും, ഇങ്ങനെ ഫുഡ് അടിക്കാനും ഈ വായ തുറക്കും. വേറൊരു ഉപകാരമില്ല ആ വായ കൊണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, പിന്നെ ഞാൻ പറയണില്ല, അയാൾ ഊറ്റോ. ഇന്ത്യയിൽ ടിക്ടോക്ക് ബാൻ ചെയ്ത സമയം, ദുബായിൽ ടിക്ടോക്ക് കത്തിക്കയറുന്ന സമയം, അന്ന് ഇവൻ്റെ അക്കൗണ്ടിന് വ്യൂ വന്നിരുന്നത് 4000-3000 മാത്രം. അന്ന് മുതലാണ് ഇവൻ പെണ്ണ് വേഷം കെട്ടാൻ തുടങ്ങി. ഈ വേഷം കെട്ടി തുടങ്ങി അന്ന് മുതൽ ഇവന് റീച്ചും കൂടി. അത് ഇവനൊരു അരായി. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഈ വേഷത്തിൽ നിന്ന് മാറാൻ പറ്റാത്തതും ഈ നുണകൾ ഇങ്ങനെ പറയണതും. ഇവൻ പിന്നെ പറഞ്ഞത് പെണ്ണുങ്ങളെ തെറി വിളിക്കില്ല, പെണ്ണുങ്ങളെ മോശമായിട്ട് സംസാരിക്കില്ല പറഞ്ഞു. ഇവൻ പെണ്ണുങ്ങളെ മോശമായിട്ട് വിളിക്കണതും തെറി വിളിക്കണതും വീഡിയോ ഞാൻ ഇപ്പോൾ വെച്ചാൽ നിങ്ങൾ കണ്ടോ. ശരീരം വിറ്റിട്ട് ഒരാൾ കിടന്നു കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ ഉണ്ടെങ്കിൽ അവൾക്ക് അത്രയും നെറിയില്ലാത്തോണ്ടാ, അത്രയും ഗതി കെട്ടോണ്ടാ, അങ്ങനെയെങ്കിലും അവളോ കുടുംബം പോറ്റാന്നുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ അങ്ങനെ എന്റെ മക്കൾക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാന്നുള്ളതാണ് അവള് വേശ്യപ്പണിക്ക് ഇറങ്ങുന്നത്. ഇവിടെ ഒന്നും വേശ്യയാക്കി കൂട്ടാൻ പറ്റില്ല ഈ നായിന്റെ മോളെ, ഈ ഷെട്ടി പൊലാഴ്ചിനെ. മനസ്സിലായ? ഈ പൊലാഴ്ചി എല്ലാവരും കിടന്നൊക്കെ എന്തിനാണ് കുടുംബം തകർക്കാൻ? എത്ര കുടുംബങ്ങളാ പൊലാടിന്റെ മോൾ തകർത്ത്. ഞാൻ കാരണം തകർന്ന ഏതെങ്കിലും ഒരു കുടുംബം അത് നീ കൊണ്ടുവരണം. ഓക്കെ, അതേ കോടതിയിൽ. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവ എനിക്ക് വാട്സാപ്പിൽ കുറച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, തെറി വിളിച്ചിട്ട്. ഓക്കെ, അത് കേൾപ്പിച്ചുതരാം. സോഷ്യൽ മീഡിയ പൂരി മോളെ, ഇനി വേൾഡ് വൈഡ് അടി പൂരി അടിച്ച് മോളെ നീ നാളാൻ വേണ്ടി പോണത്. കാഞ്ചടി പൂരി തായോളി മോളെ. എടി പോയാഴ്ച ഞാൻ നിങ്ങളുടെ കേരളത്തിൽ പൂരി എനിക്ക് മൈലായി പൂരി പോലെ ചെയ്യാൻ പറ്റില്ല. ഞാൻ നീ പ്രതീക്ഷിക്കാത്ത അത്രക്ക് മേലത്തെ ലെവലിൽ ഞാൻ പോയി പര്യാഴ്ച മോളെ. ഞാൻ എന്താ പൂരി മോളെ ചെയ്യാൻ പറ്റിയ മൈലെ ചെയ്യടി പൂരി നീ ചെയ്യേ. നീ എനിക്ക് എന്ത് മായി ചെയ്യാൻ പറ്റൂ? ആണാണ് പെണ്ണായി കറന്ന് കളിക്കുന്ന പൂരി മോളെ. ഞാൻ നാട്ടിൽ പോരാടി മോളെ. ഞാൻ നാട്ടിലുണ്ട്, കൊച്ചിയുണ്ട് പൂരി മോളെ. നീ പെണ്ണാണ് കൊച്ചിയിൽ പോയി പര്യാഴ്ച മോളെ. ഇനി നീ നാളെ പോകുന്നത് ടിക്ടോക്ക് പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിലോ അല്ല, വേൾഡ് വൈഡ് ആയിട്ടാണ്. മുഖത്ത് മാസ്ക് നടത്തിയിട്ട് ഇതുപോലത്തെ പല വോയിസ് മെസ്സേജ് അവൻ്റെ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, പല അവൻ്റെ ലൈവ് റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട്. ഇവന് എന്ത് യോഗ്യതയാണ് ഉള്ളത് അവനിങ്ങനെ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട്? ആ പിന്നെ വാച്ചിന്റെ പേര് പറഞ്ഞു ജനങ്ങളെ പറ്റിച്ച്. വയസ്സും കൂട്ടിയും കുറച്ചും കഴിഞ്ഞ് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ച്. ദുബായിൽ ഷോപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കുഴപ്പമില്ല അവിടെ. എന്തായാലും ഈ വീഡിയോ ഞാൻ അവിടെ വെച്ച് അവസാനിപ്പിക്കണം. ഇനി ഇതിന്റെ പാർട്ട് 2 ഞാൻ ഇറക്കുന്നുണ്ട്. അത് ദുബായിൽ എൻ്റെ ഷോപ്പിൽ വെച്ചിട്ടായിരിക്കും കേട്ടാ.